അന്നേരം നമ്മുടെ ഉത്സവത്തിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അന്നേരം ഉച്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അതിലേക്കൂടെ ഒരു പച്ചക്കറി വണ്ടി പോയി കേട്ടോ. അന്നേരം നമ്മളൊരു തണ്ണിമത്തങ്ങ വാങ്ങിച്ച്, നമ്മുടെ മാമനാണ് കേട്ടോ ബന്ധത്തിലെ. എന്നിട്ട് നമ്മുടെ ചേച്ചിമാരും അതായത് മഞ്ചുള്ളൂർ ലതി ചേച്ചിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് കൂടെ ഒരു സ്പൈഡർമാനെ കണ്ടോ നിങ്ങൾ, എന്താ പവിമോനാട്ടോ. പിന്നെ അവർക്കൊക്കെ നമ്മൾ തണ്ണിമത്തങ്ങയൊക്കെ കൊടുത്ത് നമ്മളും കഴിച്ചു കേട്ടോ. കാരണം ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോവും, അങ്ങനത്തെ ചൂടാണ് കേട്ടോ. പിള്ളേരെല്ലാം എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ പവി മാത്രമേ എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിച്ചൂട്ടം കുറച്ച് നേരം ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമായിരുന്നു. പിള്ളേരൊക്കെ പിന്നെ തോട്ടിലോട്ടങ്ങ് ചാടി. കാരണം അവർക്കൊക്കെ തോടെന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര ജീവനാണ് കേട്ടോ. നമ്മൾ ഈ അടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില അറിയത്തില്ലെങ്കിൽ എന്താണ് ദൂരെ നിൽക്കുന്ന ഇവരൊക്കെ മഞ്ചള്ളൂരാണ് കേട്ടോ. അന്നേരം അവരൊക്കെ തോട്ടിലൊക്കെ ചാടി കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ കയറി വന്നത്. അന്നേരം കണ്ടോ മൈക്ക് സെറ്റും വെച്ചുകൊണ്ട് വണ്ടി പോകുന്നുണ്ട് അങ്ങോട്ട്, വിളിച്ച് പറഞ്ഞോണ്ടേ. അന്നേരം ഇതെന്ന് വെച്ചാൽ ഇനിയും പാർട്ട് 3 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊറ്റ വീഡിയോയിൽ നിൽക്കത്തില്ല, അതായത് ഒത്തിരി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളന്നേരം ഒരുങ്ങി ഞാനിങ്ങനെ അമ്മക്കെട്ട് ഇങ്ങനെ വട കെട്ടിയിട്ട് പൂ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വിചാരിച്ച് ബോറായിരിക്കും, ഒരുപാട് അങ്ങ് ഇതാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത ഹെയർ സ്റ്റൈൽ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ഞാൻ അങ്ങനെ നടന്നു പോകണം. ഞാനും വിച്ചുമോനും അമ്മയും കൂടാണ് പോകുന്നത്. അമ്മ എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്രണ്ടിൽ പോയി. പിന്നെ ഞാനും വിച്ചുവിനെ ഒരുക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും വിച്ചുമോനും അമ്മയും കൂടെ പോവാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ അമ്പലത്തിലോട്ട് പോകുന്ന സ്റ്റെപ്പ് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് അപ്പൂപ്പൻ ഇരിക്കുന്നത്. ഇതാ കണ്ടോ, ഇത്രയും സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. പിന്നെ ഇപ്പോൾ സ്റ്റെപ്പ് കയറേണ്ടത്, ഇപ്പം നമുക്ക് മലയ്ക്കകത്തൂടെ വണ്ടി പോകും കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റ് ഈ ലുക്കിലാണ് ഞാൻ വന്നെത്തിയത്. എനിക്ക് പിന്നെ ഇതൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി, ആ കൊള്ളാം, കുഴപ്പമില്ലാന്ന് തോന്നി. മറ്റേത് എനിക്ക് എന്തോ ഓവർ പോലെ തോന്നിയത്. നിങ്ങൾ പറയണേ ഇത് കൊള്ളാമോ ഇത് കൊള്ളാമോ എന്ന്. എന്നിട്ട് ഇതാണ് നമ്മൾ തിരിച്ച് വരുന്ന വഴി ഒരു ഓസിനൊരു ട്രിപ്പടി കിട്ടി. അന്നേരം നമ്മുടെ നിതീഷ് അവൻ്റെ പേര് നിതീഷ് എന്നാണ് കേട്ടോ. അന്നേരം നിതീഷ് വണ്ടിയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അന്നേരം അവനോട് പറഞ്ഞിട്ടാ ഞങ്ങളെ അങ്ങോട്ടൊന്ന് ആക്കടാന്ന് പറഞ്ഞ് പിള്ളേരെ എല്ലാം കൂടെ കുത്തിക്കയറ്റി നമ്മൾ നേരെ താഴോട്ട് പോവാണ് കേട്ടോ. അന്നേരം എന്താ പറയുക, ഉത്സവമായതുകൊണ്ട് വീടുകളിലൊന്നും ഒറ്റ മനുഷ്യന്മാർ പോലും ഇല്ല. ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഉത്സവത്തിൻ്റെ തിരക്കിലായിരുന്നു. ഉച്ചാരവും ഒക്കെ അല്ലേ. ഉച്ചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മരിച്ചവരെ തുറന്നു വിടുന്ന ദിവസം നമ്മൾ ആക്കി കൊടുക്കുന്ന ദിവസമാണ് ഉച്ചാരമെന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ കണ്ടോ, ഭയങ്കര ആഘോഷമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് നമ്മൾ പാലത്തിൻ്റെ അവിടുന്ന് നേരെ ഇങ്ങനെ കയറി ഈ പാലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഉത്സവം. എൻ്റെ വിച്ചുമോന് സൗണ്ട് കേട്ടപ്പോൾ തൊട്ട് അവൻ തുള്ളാൻ തുടങ്ങിയതാണ്. അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതുണ്ടോ അനങ്ങുന്നുണ്ടോ, കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഇടുന്ന അനങ്ങുമായിരുന്നു. ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരന്.
കണ്ടോ വിച്ചുവിൻ്റെ സന്തോഷം നിങ്ങൾ കണ്ടോ? അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചെണ്ടമേളം കൊട്ടും കുരവയൊക്കെ. ആദ്യമൊന്നും മടിച്ചിരുന്നെങ്കിലും പിന്നെ എൻ്റെ പൊന്നെ ആ റോഡിൻ്റെ നടുക്കൊക്കെ നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആണെന്നോ പെണ്ണെന്നോ വെറുതെരുവില്ലാതെ ഭയങ്കര ഡാൻസായിരുന്നു. ഞാനും കുറച്ച് എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം നമ്മൾ തന്നെ കളിക്കുമ്പോൾ നമ്മളെങ്ങനെ വീഡിയോ എടുക്കും? അതുകൊണ്ട് തന്നെ വേണ്ട പിള്ളേരെല്ലാം ഭയങ്കര കളിയായിരുന്നു. നമ്മൾ ഈ കോളനിക്കകത്ത് കയറിയ പിന്നെ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മുടെ വിച്ചുമോനാണെങ്കിൽ ഭയങ്കര എന്നാ ഓട്ടമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഡാൻസ് കളിക്കുന്ന എന്നറിയുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കരയും. അന്നേരം ഞാൻ എടുത്തുകൊണ്ട് കിടക്കണം. എന്നിട്ട് അവനെ എടുത്തുകൊണ്ട് ഞാൻ ഡാൻസ് ചെയ്യണം. അതാണ് പുള്ളിയുടെ പരിപാടി. പക്ഷേ അത് നമുക്ക് പോസിബിൾ അല്ലല്ലോ, ക്ഷീണിക്കത്തില്ലേ പെട്ടെന്ന്. അതാണ് നമ്മുടെ കൂട്ടുകാരനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കാര്യം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വീഡിയോസ് എത്തിക്കുന്നുണ്ട്. നമ്മുടെ ഒരു അണ്ണൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ അണ്ണൻ ഷൂട്ട് ചെയ്ത് മൊത്തം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം അത് ഞാൻ എഡിറ്റ് ചെയ്ത് എന്തായാലും അടുത്ത പാർട്ടി ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നേരത്തെയൊക്കെ പെൺപിള്ളേർക്ക് മെയിനായിട്ട് വെളിയിൽ ഇറങ്ങി കളിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ കളിക്കാനോ കാര്യങ്ങളോ ഒന്നും അവർക്ക് മടിയൊന്നുമില്ല. കാരണം ഇപ്പോൾ എല്ലാവരും കുറച്ച് മോഡേണായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമാണ്. അതുപോലെ തന്നെ പെൺപിള്ളേരാണെങ്കിൽ ഇപ്പോൾ ഷൈ ആയിട്ട് നാണിച്ച് നിൽക്കുന്ന പിള്ളേരൊക്കെ കുറവാണ് ഇപ്പോൾ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക. ആൺപിള്ളേർക്ക് മാത്രമേ ഉള്ളൂ, നമുക്കും സന്തോഷിക്കണ്ടേ. ഓക്കെ, എന്നിട്ട് നമ്മളങ്ങനെ നടന്ന്
അതിങ്ങനെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. താഴെ വന്നപ്പം വിച്ചൂട്ടനാണെങ്കിൽ ഭയങ്കര ഓട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്തോ പറയുന്നത്, അവൻ ഇത് സത്യത്തിൽ എൻ്റെയോ അല്ല ഞങ്ങളുടെ ആരുടെയും ഉത്സവമല്ല, ഇത്തവണ വിച്ചൂട്ടൻ്റെ ഉത്സവമായിരുന്നു. അവനാണ് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കുമായിരുന്നു. കുറേ നേരം താലപ്പൊലിക്കാരുടെ കൂടെ പോവും. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചെണ്ടമേളക്കാരുടെ കൂടെ വരും. ഓടി ഓടി അവനെ നമ്മൾ എടുക്കേണ്ടേ വന്നില്ല കേട്ടോ. ഇതാണ് കേട്ടോ കോലുകളി. അന്നേരം പട്ടാഴിയിലോ കൊട്ടാരക്കരയോ ആ ഭാഗത്ത് എവിടെ ഉള്ളവരാണ് വന്നത്. നല്ലതായിരുന്നു, നല്ല എനർജിയുള്ള അമ്മമാരൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല പ്രായമുള്ള അമ്മമാരാണ്, പക്ഷെ അവരുടെ എനർജി കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു 10-20 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ കളിക്കുന്ന പോലെ തന്നെയാണ്. നല്ല രസമായിരുന്നു. പിന്നെ ഏട്ടനൊക്കെ ഈ സമയമായപ്പോഴത്തേക്കിനും ഏട്ടൻ വന്ന്, പിന്നെ ഏട്ടനും വന്ന് നമ്മളെ വിളിക്കാനായിട്ട് കേട്ടോ. പിന്നെ ദാണ്ട നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെ പോകണം. ഞാൻ ഏട്ടൻ്റെ കൂടി ഇങ്ങ് പോകുന്നു കേട്ടോ, കാരണം ഏട്ടന് ചോറ് കൊടുക്കണ്ടേന്ന് വിചാരിച്ച് ഇങ്ങ് പോകുന്നു. സദ്യ ഒരുക്കിയിട്ട് അയാൾക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അന്നേരം എന്തായാലും ഇതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അന്നേരം വീഡിയോ മിസ് ചെയ്യാതെ കാണാം, മുഴുവനായിട്ട് കാണാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇത് പിറ്റേ ദിവസത്തെ പാർട്ടാണ്, അതായത് അന്നത്തെ രാവിലത്തെ കോലമാണ്. ഇതിൻ്റെ ബാലൻസ് ബാക്കി നമ്മൾ മറ്റന്നാൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാണാൻ മറക്കല്ലേ.